ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് അബുദാബി ഷഹാമയിലെ ഒരു അതിമനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയാണ്. നമ്മൾ പോകുന്നത് ഒരു അഗ്രികൾച്ചർ ഫാം കാണാൻ വേണ്ടിയാണ്. അതിലേക്കുള്ള യാത്രയാണ്. അപ്പം ഏവർക്കും മാജ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു മനോഹരമായ കാഴ്ചയിലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതിസുന്ദരമായ നയനമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ നല്ല കാഴ്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ സ്കൂളിൽ നിന്നും ഏതോ ഒരു സ്കൂളിൽ നിന്നും കുട്ടികളൊക്കെ ടൂർ വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന സമയം ഉച്ച സമയമാണ്. ഏകദേശം 11 മണിയോടെ ആയിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ട്. നമ്മളെ സുന്ദരനായിട്ടുള്ള നമ്മുടെ ദേശീയ പക്ഷിയാണ്, മയിലാണിത്. നല്ല വലിപ്പമുള്ള അടിപൊളിയായിട്ടാണ് മനോഹരമായിട്ടുള്ളൊരു മയിലായിരുന്നത്. അപ്പോൾ ആളുകൾ ഇവിടെ കാണാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും അതേപോലെ വാഷ്റൂം ഉപയോഗിക്കാനൊക്കെ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല അതിമനോഹരമായി പച്ചപ്പോട് കൂടി സുന്ദരമായിട്ടാണ് ഇവിടെ ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ താഴത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഹട്ട് പോലെയുള്ള മേലെ പോയിട്ട് കാണാനും അതൊക്കെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് കയറി പോകാനുള്ള വഴി സ്റ്റെപ്പ് പോലും പച്ചപ്പ് കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ ഭംഗിയുള്ളൊരു ഫാമാണിത്. ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇതിൻ്റെ വൃത്തിയാണ്. ഇതിൻ്റെ താഴത്ത് കടലാസുകൾ, കാര്യങ്ങൾ, കച്ചറകൾ, അതേപോലെ അഴുക്ക് വെള്ളങ്ങൾ, അങ്ങനെയുള്ള ഒരു സംഗതികൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഭംഗിയോടുകൂടി ഇതിൻ്റെ വൃത്തിയോടുകൂടി ഇതിൻ്റെ ആളുകൾ കൈകാര്യം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്.
ഇതിൻ്റെ ഉൾവശത്തായിക്കോട്ടെ പുറം വശത്ത് ഇതിൻ്റെ പരിസരത്ത് മറ്റുമായിക്കോട്ടെ വളരെ വൃത്തിയോടുകൂടി ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് കാണാൻ വരുന്ന ആളുകൾക്ക് ഇത് അത്രയും മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഫാമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഒരു വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ഏരിയ, ഇതിൽ പാലം പോലെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ടെറഫ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടെറഫുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു തോട് പോലെ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആമ്പൽ സസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആമ്പൽ ചെടി ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊന്നുമില്ല, അപ്പോൾ എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. നാട്ടിലെ തോടിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഫീലൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം ഒരു വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി വന്നിട്ട് നേരെ ഒരു വലിയൊരു ബിന്ദുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉള്ളതാണെങ്കിലും ഇവിടെ ഇതൊക്കെ നിർമ്മിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പാലം ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ കൂടി തന്നെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ചെടികൾ അതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒട്ടകപ്പക്ഷിയും മാനുകളുമാണ്. അതൊക്കെ നല്ല വെയിലായത് കാരണം അതൊക്കെ നല്ല തണലത്ത് പോയിട്ട് വിശ്രമിക്കുകയാണ്. കണ്ടാ, ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 മുട്ട ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, ആരും കൊണ്ടുപോയിട്ടില്ല. നല്ല വെയിലാണ്, അവരവിടെ വിശ്രമിക്കുകയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, മുട്ട ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇപ്പോൾ ഈ സൈഡിൽ കുതിരയുണ്ട്, അതേപോലെ കുതിരയുണ്ട്, ആടുകളുണ്ട്, ചെമ്മരി ആടുണ്ട്, പലതരത്തിലുള്ള പല മോഡലുകളുള്ള ആടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഗേറ്റിന് പിറകിലായിട്ടുള്ളത് ഈന്തപ്പനത്തോട്ടാണ്. ഈ ഗേറ്റ് ഓപ്പൺ അല്ല, ഈന്തപ്പനം മരം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം നല്ല വെയിലാണ്. ഉച്ച സമയം നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ചെടികളുടെ ഒരു ഏരിയയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചെറിയ ചെടികളാണ്, പൂക്കളൊന്നും അധികം വന്നിട്ടില്ല. പൂക്കളൊക്കെ നിറയെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതേസമയം ഇത് വിൽക്കാൻ വെച്ചതാണോ അതല്ല ഇനി മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ, ഇനി കാണാൻ വേണ്ടിയാണോ, ഭംഗിക്ക് വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല. ഇതേപോലെയുള്ള 2-3 ഏരിയ തന്നെ ഉണ്ട്, ചെടികളുടെ മാത്രമായിട്ട് 2-3 ഏരിയ തന്നെ ഉണ്ട്. വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് വീണ്ടും കാണിക്കാത്തത്. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് ഇത് പച്ചക്കറികൾ വളർത്തുന്ന ഒരു ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഫാനൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഇങ്ങനെ ഇതിലൂടെ നടക്കുന്ന സമയത്താണ് ഒരു കാറ്, ഒരു മിനി കൂപ്പറാന്ന് തോന്നുന്നു, അത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മളെ കാവൽ ഭടന്മാരായിട്ട് 2 ആളുകൾ ഇവിടെ ഉറങ്ങുകയാണ്. ചൂട് കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ ഉറങ്ങുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്.
ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.